ഹലോ. അപ്പം എന്തേ നിങ്ങൾ ഈ സ്ഥലങ്ങൾ കണ്ടോ? നിങ്ങൾ ഓർക്കില്ലേ ഞാനൊരു പള്ളിപ്പെരുന്നാളിന് വന്നതാണെന്ന്? ഞാനൊരു പള്ളിപ്പെരുന്നാളിനും പോയതല്ല കേട്ടോ. ഇവിടെ ഇപ്പം പള്ളിപ്പെരുന്നാളിൻ്റെയൊക്കെ ഒരു സീസൺ ആണെന്ന് തന്നെ പറയാം. എല്ലാ പള്ളികളിലും ഇപ്പോൾ പെരുന്നാൾ നടക്കുന്ന സമയമാണ്. നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇത് പള്ളിപ്പെരുന്നാളല്ല കേട്ടോ. ഇത് നമ്മളന്ന് വലേറ്റ എന്ന് പറഞ്ഞൊരു ഫൗണ്ടനൊക്കെ ഞാൻ കാണിച്ചില്ലായിരുന്നോ? വലേറ്റയിൽ അവിടുത്തെ അതിൻ്റെ ബാക്കിൽ ഉള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് പുരാതനമായ കുറച്ച് ബിൽഡിങ്സ്, പുരാതനം അത്ര പുരാതനമെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്സുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ഫുഡ് മാർക്കറ്റ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക ബെവറേജസ് അതിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അപ്പം ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഒരു 4-5 പള്ളിപ്പെരുന്നാളിലുള്ള ആൾക്കാർ ഇവിടെ ഇല്ലേ? ഇവിടെ ഏത് സമയത്ത് വന്നാലും, നമ്മൾ രാവിലെ വന്നാലും ഉച്ചയ്ക്ക് വന്നാലും വൈകിട്ട് വന്നാലും ഇവിടെ ഈ തിരക്കാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാം. നമ്മളിന്ന് ഇങ്ങനെ ഡ്യൂട്ടി റൂം ഇങ്ങനെ കഴിയല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ഓഫ് കിട്ടുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ചുമ്മാ നമ്മുടെ തെണ്ടലുമായിട്ട് ഇങ്ങനെ ഇറങ്ങാറുണ്ട്. കുറേ ആൾക്കാരെ കണ്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ടത് നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. പക്ഷെ നമുക്കിത് കാശ് കൊടുത്തൊന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല യൂറോ ചിക്കിൽ കൊടുക്കണം. ഈ തൊപ്പിക്ക് തന്നെ ഇത് എന്തോ 10 യൂറോസ് എന്തോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചില്ല, ജസ്റ്റ് നോക്കി അവിടെ വെച്ചു. അപ്പോൾ കണ്ടോ, എനിക്കിഷ്ടം കേട്ടോ മാൽത്തീസ് ആൾക്കാർ. അത്യാവശ്യം എന്താ പറയുക, നമ്മളോട് ഇന്ന് നമ്മുടെ ഇപ്പോൾ UK അയർലൻഡ് പോലുള്ള സ്ഥലം നടക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതാണ് മാൾട്ടയിലെ ഒരു കുഞ്ഞു സ്ഥലമാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഇവിടെ ഹൈക്കോർട്ട് വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്